ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഒരു ഗുജറാത്തി കല്യാണത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. കല്യാണം അങ്ങനെ ഏകദേശം 50 മിനിറ്റത്തെ ട്രാവലിംഗ് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ലൊക്കേഷനിൽ. ഭയങ്കര ദൂരമായിരുന്നു, വിചാരിച്ചതിനെക്കാട്ടിലും ഇച്ചിരി കറങ്ങി പോകേണ്ടി വന്നു. ഗൂഗിൾ ചാച്ച ചെറിയൊരു പണി തന്നതുകൊണ്ട് ഇടത്തോട്ട് തിരിക്കാൻ പറഞ്ഞു. ഞാനൊന്നും നോക്കാതെ ഇടത്തോട്ട് തിരിച്ച് അവസാനം 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കറങ്ങി വീണ്ടും അതേ വഴിയിൽ തന്നെ എത്തിച്ചു തന്ന ഗൂഗിൾ ചാച്ചയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും എൻട്രിയിൽ തന്നെ നമുക്കൊരു റോസാപ്പൂ തന്നുകൊണ്ടാണ് സ്വീകരണം വരുന്നത്. എല്ലാവർക്കും ഒരു ചെറിയ ഒരു റോസാപ്പൂ വെൽക്കം പൂ. അങ്ങനെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ ചുമ്മാ തമാശകളൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും അവിടുത്തെ സെറ്റപ്പൊക്കെ ഒന്ന് കണ്ടു. ഇത് മറ്റേ പുക വരുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവമായിരുന്നു. കുടത്തിനതിൽ ഇട്ടിട്ട് അത് നമുക്കറിയാമല്ലോ. അങ്ങനെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും എൻട്രിയാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ ഒരു ട്രെൻഡൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങനെ ആ ഒരു വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. വെയിറ്റിംഗ് അല്ല, അതെ, ഇവരുടെ എൻട്രി വരെ നമുക്ക് വെയിറ്റിംഗ് ആണല്ലോ. ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അവർ എത്തിയിരിക്കുകയാണ്. ക്യാമറക്കാർ ഓടിത്തിരിഞ്ഞ് എല്ലാം കഴിഞ്ഞു. പെണ്ണും ചെറുക്കനും സ്റ്റേജിലെത്തിയതിന് ശേഷം പിന്നെ ഞങ്ങൾ പിന്നെ തിടക്കുള്ള ഈ തമാശ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. വെടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ട്. വെടിക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1.5 വെടിക്കെട്ടാണ്. ഇത് 2x ഈ കാണുന്നത്. ഫുൾ സ്പീഡ് അടിച്ചിട്ട് വരികയാണ്. കാരണം അറിയാമല്ലോ, ഇത് നമ്മൾ നാട്ടിലുള്ളവർക്കൊന്നും വെടിക്കെട്ടെന്ന് പറയുന്നൊരു സംഭവമൊന്നുമല്ല. പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വെടിക്കെട്ടും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ, അതിൻ്റെ ബാക്കപ്പ് അതെല്ലാം വേണ്ടി വരും. കാരണം ഇവിടെ അങ്ങനെ റിസ്ക് എടുക്കാറില്ല. ഇതും കൂടുള്ള അടുത്ത ടീമുകളാണ്. എല്ലാവരോടും പറഞ്ഞു ഇതെല്ലാം ഇനി യൂട്യൂബിൽ കയറാൻ പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് എല്ലാവരും വിശക്കുന്നു എന്നാണ് ആദ്യമേ തന്നെ പറഞ്ഞത്. കാരണം അറിയാമല്ലോ, നമ്മളിപ്പോൾ കല്യാണമായാലും നാട്ടിലായാലും എവിടെ ആയാലും ഭക്ഷണം നമുക്ക് പ്രധാനം. അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ സമയം ഇപ്പോൾ എപ്പോൾ തുറക്കും എന്നുള്ള ഒരു വെയിറ്റിങ്ങിൽ ഇരുന്നതിന് ശേഷം അവസാനം ഞങ്ങൾ തീരുമാനിച്ചു. അതിനു മുമ്പായിട്ട് തന്നെ പെണ്ണിനും ചെറുക്കനെയും മേളിൽ കയറി സ്റ്റേജിൽ കയറി കണ്ട് അവർക്ക് അഭിവാദ്യങ്ങളൊക്കെ അർപ്പിച്ചതിന് ശേഷം കൊണ്ടുവന്ന ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ട്. ഇവിടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ കെട്ടൊന്നും കെട്ടിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല. ചെറിയ ഒരു എമൗണ്ട് ഒരു കവറിലാക്കിയാൽ കൊടുത്താൽ മാത്രം മതി. അതാണ് ഇവിടുത്തെ ഒരു സ്റ്റൈൽ. അതും വലിയ എമൗണ്ട് ഒന്നുമല്ല. അവിടെ എഴുതാനും പിടിക്കാനൊന്നും ആരും ഇരിക്കത്തില്ല. കവറിൽ നമ്മൾ തന്നെ എഴുതുക, നമ്മുടെ പേര് അവർക്ക് കൊടുക്കുക, അവരത് നോക്കിക്കോളും. അത്രയേ ഉള്ളൂ. അത് അവരെ കവറിൽ ഉള്ള പേര് കൊണ്ട് എൻട്രി എഴുതി അത് പിന്നെ അവർ നമുക്ക് തിരിച്ചു തരും. അങ്ങനെ ഞങ്ങൾ പെണ്ണിനും ചെറുക്കനെയും കണ്ട് തിരിച്ചറിഞ്ഞ് അടുത്ത് നമ്മുടെ പ്രധാന ലക്ഷ്യമായ ഊട്ടുപുര നോക്കി അവിടെയാണ്. ഇത് മൊത്തത്തിലുള്ള സെറ്റപ്പാണ്. പക്ഷെ ഊട്ടുപുരയുടെ ഭാഗത്ത്, ഊട്ടുപുര എന്നൊക്കെ വെറുതെ പറയുന്നത് കേട്ടോ, ഇത് ഓപ്പണാണ്. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ചുമ്മാ തമാശയും അങ്ങനെയുള്ള ഫൺ പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ അവിടെ ചിലവഴിക്കുകയാണ്. കാരണം നാളെ പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാവരും ഫൺ വീഡിയോസ് അങ്ങനെ അവസാനം നമ്മുടെ ഊണിന് വേണ്ടി ഡിന്നറിന് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയായി. സംഭവങ്ങളാണ് നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ ചുറ്റിത്തിരിഞ്ഞ് ഓരോന്നും നമ്മൾ എടുത്ത് ചെറുതായിട്ടൊന്നും കാണുന്ന വിഷമിക്കണ്ട. നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഓരോന്നും നമ്മൾ ടേസ്റ്റ് ചെയ്യണം. ഇതൊക്കെ വെറും ഒരു സ്റ്റാർട്ടർ മാത്രമാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടറൊക്കെ എടുത്തിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് ഫുൾ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഇവിടുന്ന് പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ഗുജറാത്തി കല്യാണം എങ്ങനെയാണെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സെറ്റപ്പൊക്കെ ഒരു വെറൈറ്റി സെറ്റപ്പുകളാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിനൊരു പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.